വിഷുക്കാലമൊക്കെയാണ്. പടക്കമില്ലാതെ എന്ത് വിഷു എന്ന് നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പടക്ക വിപണിയിലെല്ലാം വലിയ തിരക്കാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് വിഷുവിൻ്റെ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നുള്ളതാണ്. അതായത് റിയൽ ഒ ജി ആരാണെന്ന് നമുക്കറിയാം, മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ഒരു ചിത്രമൊക്കെ വെച്ചുകൊണ്ടുള്ള അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ. അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഈ ഒരു പടക്കമാണ് ഇത്തവണ വിഷു വിപണിയിൽ ഒരു താരം ആയിട്ട് നിൽക്കുന്നത്. നല്ല വെയിറ്റുണ്ട്, നല്ല കനമുണ്ട്. ഈ അഴിഞ്ഞാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒപ്പം തന്നെ ഇത്തവണത്തെ വിഷു വിപണിയിലെ പടക്കങ്ങളിലെ താരങ്ങൾ ആരൊക്കെയാണ് തുടങ്ങിയ ഒക്കെ വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ അയ്യൻസ് വേൾഡിലുള്ള ശങ്കർ ഉദയനുണ്ട്. ശങ്കർ, ഇത്തവണ ഏതാണ് താരമാരാ? ഇത് തന്നെയാണ് അഴിഞ്ഞാട്ടം. നിങ്ങൾ പറഞ്ഞ അഴിഞ്ഞാട്ടം ഷോട്ട് എന്ന് പറയുന്ന ഒരു പ്രീമിയം 30 ഷോട്ടാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം. എല്ലാ കസ്റ്റമേഴ്സും വാങ്ങിക്കുന്ന ഐറ്റം അതാണ് അഴിഞ്ഞാട്ടം. ഞാനിങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു, ചേട്ടാ അഴിഞ്ഞാട്ടം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കരുതി ഉമ്മല്ല. അതൊരു ട്രെൻഡായിട്ട് വന്നത്. അതായത് ബ്രാൻഡായി മാറിയ സംഭവം അഴിഞ്ഞാട്ടം ഷോട്ട് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും പിന്നെ എന്താ വെച്ചാൽ വേർത്താണ്. ആ ഒരു എമൗണ്ടിന് നല്ല 30 ഷോട്ട് വീട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ സാധാരണ 30 ഷോട്ടിനേക്കാളും ഡബിൾ കളറിങ് ഉണ്ടാവും. ടൈമിംഗ് ഒക്കെ നല്ല പ്രോപ്പറായിരിക്കും. നല്ല രസം. കുറച്ച് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അതെ, നല്ല. ഇത് ഉണ്ടാക്കാൻ എത്ര സമയം? ഇത് നമുക്കൊരു 7 മാസം എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. തലയുടെ വിളയാണ്. അതെ. അത് നമ്മളെ ഈ ബബ്ബ മൂവിയിലെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ ആ പാട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ആ ലൈന് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് അത് കിട്ടിയപ്പോൾ മുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ സംഭവം. ശരിക്കും പടക്കങ്ങൾ ഇങ്ങനെ ഓരോ സിനിമാ പാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ പടക്കങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതെ. അത് നമുക്കൊരു തോന്നലാണ്. ഇത് ശരിയായി വരുമെന്ന് തോന്നി. ദൈവാനുഗ്രഹം കൊണ്ട് ശരിയായി വന്നിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ മറ്റു താരങ്ങൾ ഇവിടെ ഒരു മുയലിൻ്റെ അയ്യൻ ബണ്ണി അല്ലേ? അയ്യൻ ബണ്ണി ഇതിപ്പോൾ ഏകദേശം ഒരു 4 ദിവസമായിട്ടേ ഉള്ളൂ ഇറങ്ങിയിട്ട് മാർക്കറ്റിലേക്ക്. അയ്യൻ ബണ്ണി എന്ന് പറഞ്ഞാൽ ഒരു മുയലിൻ്റെ കുട്ടിയാണ്. മുയലിൻ്റെ വാലിന് തീ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫ്ലവർ പോട്ട് ഒന്ന് കത്തി കഴിഞ്ഞ് പിന്നെ വേറെ ഒന്ന്, അങ്ങനെ 3 പ്രാവശ്യം. അതിൽ സിൽവർ കളറിൽ വരും, ഷവർ പോലെ വന്നിട്ട് അതിൻ്റെ അന്നൊരു സ്റ്റാർ വന്ന് പൊട്ടും. അപ്പോൾ അത് നല്ല ഫാൻസി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും കിഡ്സ് ഫ്രണ്ട്ലി ആണ്. കുട്ടികൾക്ക് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് തന്നെയാണ് വരുന്നത്. നല്ല പണ്ടൊക്കെ പടക്കം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വാഴ 2 സിനിമ കണ്ടപ്പോഴാണ് മറ്റേ ട്രോളൊക്കെ ഇത്തവണ നമ്മൾ ഇനി ആ ട്രോൾ ഇറക്കൂല. അതെ. അച്ഛൻ പടക്കം പൊട്ടിക്കുന്നു, ഓടുന്നു, വീഴുന്നു, ഭയങ്കര നമ്മളൊക്കെ ചിരിച്ചതാണ്. പക്ഷേ ഇത്തവണ അത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്ന സംഭവമാണ്. അപ്പോൾ അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ഓടുന്നത് പടക്കം എന്നുള്ളത് എന്തോ ഒരു അപകടകരമായ സാധനമാണെന്നുള്ളതുകൊണ്ട് ആണ്, അല്ലാന്നല്ല പറയുന്നത്. പക്ഷേ ഈ വിഷു വിപണിയിൽ ഇപ്പം അത്തരം അപകടരഹിതമായ പടക്കങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ പടക്കം എന്ന് പറയുന്നത് ഈ പൊട്ടുന്ന പടക്കം മാത്രമല്ല. നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ് 7 സബ് ഡിവിഷൻ ബി എന്ന് പറയുന്ന ഫാൻസി കാറ്റഗറിയിലുള്ള ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈ ഷവർ, പിന്നെ അതുപോലത്തെ ചെറിയ ക്രാക്ലിങ്, പഴയ ഈ വലിയ ഗുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിന് താല്പര്യക്കാരും ഇല്ല. കാരണം ഇപ്പം ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഒരു പീസ് പോലും അത് വിൽക്കേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യക്കാർ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതിന് എനിക്ക് തോന്നുന്നു ഒരു 5% ആവശ്യക്കാരെ ഈ പൊട്ടുന്ന പടക്കങ്ങളോട് താല്പര്യം കാണിക്കുന്നുള്ളൂ. അതെ. അല്ലാത്തവർ മുഴുവൻ ഫാൻസി. എല്ലാവരും ഫാൻസി വെറൈറ്റീസിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ മറ്റ് ഐറ്റംസ് എന്താ? കുറേ ജോളി ഐറ്റംസ്. ജോളി എലിഫൻ്റ് ഉണ്ട്, ജോളി ബോബി ഉണ്ട്, മോജോ എന്ന് പറഞ്ഞാൽ നമ്മൾ IPL നിങ്ങൾ 6 അടിക്കുമ്പോൾ അങ്ങനെ കാണാം സ്റ്റേഡിയത്തിൽ വരുന്നത്. അതിൻ്റെ മിനിയേച്ചർ വേർഷൻസ്, അതുപോലെ കോമറ്റ്സ്, മൈൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണ്. അപ്പോൾ അത് ചോദിച്ചിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട. അതിൻ്റെ മുന്നേ തന്നെ പേരും കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും ആൾക്കാർ. ശങ്കർ, അഴിഞ്ഞാട്ടത്തിൻ്റെ വിൽപ്പനയ്ക്കാണോ മോഹൻലാലിൻ്റെ ഒരു ലുക്കൊക്കെ? അല്ല, ഇത് സ്ഥിരമുള്ളതാ. അല്ല. IPL പറഞ്ഞപ്പോഴാണ്, IPL സീസണാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ആ IPLൻ്റെ ഒരു മിനിയേച്ചർ നമുക്ക് വീട്ടിൽ നിന്നും ആഘോഷിക്കാം. തീർച്ചയായിട്ടും. അത് വളരെ സേഫായിട്ട് ചെറിയ വേർഷനാണ് ഇതിൽ. ഇപ്പം നമ്മളൊരു മേശപ്പൂ കത്തിക്കുന്ന ആ ഒരു ഹൈറ്റേ വരുള്ളൂ. പക്ഷേ ഇതിൻ്റെ കളറും അതിൻ്റെ ഡെപ്തും അതിൻ്റെ സ്റ്റൈലും അത് വേറെ തന്നെ ആയിരിക്കും. അത് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കാൻ വരുന്ന ഐറ്റമാണ്. എങ്ങനെയുണ്ട് വിഷു തിരക്ക്? ഇപ്പം കാണുന്നുണ്ട് നമ്മൾ ഈ ഭീകരമായിട്ട് ഒരു തിരക്കാണ്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കുറച്ച് നിയന്ത്രണമൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. 3 ദിവസം അടവായിരുന്നല്ലോ. നമ്മൾക്ക് 7, 8, 9 തുറക്കാൻ പറ്റുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ അത് മാറേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതികാരം വിട്ടാൻ തോന്നുന്നല്ലേ തിരക്കിൽ? അതെ. അതാണ് ആൾക്കാർ എന്തായാലും വാങ്ങേണ്ട ആൾക്കാരല്ല. അതെ. അതല്ല, വിഷു സീസണിലെ ഈ IPLൻ്റെ മിനിയേച്ചറിലുണ്ട്. ഇനിയിപ്പോൾ സഞ്ജു ഒന്നും കൂടി സെഞ്ചുറി അടിച്ചാൽ ഇവിടെ തരാനുണ്ട്. അതെ. സഞ്ജു അടിച്ചാൽ എന്തായാലും ഇവിടെ പൊട്ടിക്കും നമ്മൾ. അപ്പോൾ എന്തായാലും കാണാം. ഹാപ്പി വിഷു. വിഷുവിന് ഇവിടെ വലിയ തിരക്കാണ്. കോഴിക്കോട് പടക്ക വിപണിയിലെല്ലാം ഉള്ളത്. അയ്യൻസ് വേൾഡിൻ്റെ ഉടമയായിട്ടുള്ള ശങ്കർ ഉദയനാണ് പ്രതികരിച്ചത്.
അദ്ദേഹം പറയുന്നത് കാരണം ഈ മലബാറിൽ എന്ന് മാത്രമല്ല കേരളത്തിലെയൊക്കെ പടക്ക വിപണിയുടെ ഒരു രാജാക്കന്മാരാണ് ഇവർ എന്ന് പറയുന്നത്. അവർ ഇത്തവണ പുതിയ ചില പടക്കങ്ങൾ, അപകടരഹിതമായ പടക്കങ്ങൾ, അതായത് കൂടുതൽ ഫാൻറ്റസി ആയിട്ടുള്ള, കൂടുതൽ മനോഹരമായിട്ടുള്ള പടക്കങ്ങൾ, എന്നാൽ പടക്കത്തിൻ്റെ തനിമ ഒട്ടും ചോരാതെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് അഴിഞ്ഞാട്ടം പോലുള്ള, ഒപ്പം തന്നെ IN ബണ്ണി പോലുള്ള മറ്റ് പടക്കങ്ങൾ IPLൻ്റെ മിനിയേച്ചർ രൂപത്തിലൊക്കെ തീർക്കാവുന്ന വിസ്മയങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ ഈ വിഷുവിലെ പടക്ക വിപണി സജ്ജമാണ്. ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് വിഷുവിനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം സാധനങ്ങൾ വാങ്ങിയാൽ നന്നായിരിക്കും. കാരണം കഴിഞ്ഞ ഒരു 3 ദിവസത്തെ അടവുണ്ടായിരുന്നു പടക്കക്കടകൾക്ക്. അതെല്ലാം മറികടന്ന് വലിയ തിരക്കാണ് പടക്കക്കടകളിൽ അനുഭവപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.